ഹലോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ താറാവ് മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് കൂടുതൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എന്നിവയെല്ലാം ചേർത്ത് ചതച്ചെടുത്ത് ശേഷം താറാവിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആ ചതച്ച് വെച്ച മിക്സ്, പിന്നെ സവോള, ഉള്ളി എല്ലാം കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. അത് വേവിച്ചെടുക്കുക. ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. ഈ ചതച്ച് വെച്ച ആ മിക്സ് എല്ലാം കൂടി ഒന്ന് നന്നായി വഴട്ടുക. സവോള ഇടുക. അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതൊന്ന് നല്ലപോലെ വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ശേഷം തക്കാളി, അതും നന്നായി ഒന്ന് ഉടഞ്ഞു വരട്ടെ, മൂടി വെച്ച് വേവിക്കാം. ശേഷം അതൊന്ന് ഇളക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കൂടുതൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കളറിന് വേണ്ടി മാത്രം ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. താറാവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കണം. ശേഷം രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിക്കാവേ. അപ്പോൾ താറാവ് മപ്പാസ് റെഡി.